ഭിന്നശേഷിക്കാർക്ക് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ബഹുവിധ പരിശീലനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ ഈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി ആദ്യമായി അറിയിച്ചു. ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനായി ശ്രീ ഗോപിനാഥ് മുതുകാട് ഇടപെടാനിടയായ സാഹചര്യം അദ്ദേഹം തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു കാര്യം, ഈ ലക്ഷ്യത്തോടെ അദ്ദേഹം നടത്തിയ ഭാരതയാത്രകൾ അത് വലിയ ജനശ്രദ്ധ നേടിയതാണ്. സമൂഹത്തിൽ വസിക്കുന്ന വിഘടന വർഗീയ ചിന്തകൾക്കെതിരെയും ഗാന്ധി സന്ദേശങ്ങളുടെ പ്രചാരണത്തിനു വേണ്ടിയും ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചുമെല്ലാം അദ്ദേഹം നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. 2019 ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ സഹകരണത്തോടെ അദ്ദേഹം തിരുവനന്തപുരത്ത് ആരംഭിച്ച ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിനിടയായ കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ സർഗാത്മകത ശാസ്ത്രീയമായി വികസിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ വലിയ പങ്കാണ് ഈ സ്ഥാപനം വഹിച്ചത്. ഇത്തരം പരിപാടികളിൽ ഭാഗമാക്കാവുന്നത് വഴി കുട്ടികളിൽ മാനസികവും ശാരീരികവും സാമൂഹികവുമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അത്തരം കുട്ടികളിൽ വന്ന മാറ്റങ്ങൾ ചില ഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമാണ്. ഗുണപരമായ കാര്യത്തിന് ഈ നിലയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഗോപിനാഥ് മുതുകാടിൻ്റെ പ്രവർത്തനങ്ങളെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരോട് നമ്മുടെ സംസ്ഥാനം വളരെ മാതൃകാപരമായ സമീപനം സ്വീകരിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബാരിയർ ഫ്രീ കേരള എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഗൗരവമായി നാം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ പൊതു ഇടങ്ങൾ, പാർക്കുകൾ, നടപ്പാതകൾ, ഗതാഗത സംവിധാനങ്ങൾ എല്ലാം ഭിന്നശേഷി സൗഹൃദമായി മാറേണ്ടതുണ്ട്. അത് ഘട്ടം ഘട്ടമായി മാറുകയാണ്. 2000-ലധികം പൊതു കെട്ടിടങ്ങൾ ഇതിനകം ഭിന്നശേഷി സൗഹൃദമായിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി എല്ലാവർക്കും വിനോദത്തിനുള്ള അവസരങ്ങൾ ഒരുക്കലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റുകൾ അതും ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാതല കമ്മിറ്റികൾ നിലവിലുണ്ട്. ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ കേസുകൾ പരിഗണിക്കുന്നതിനായി പ്രത്യേക കോടതികൾ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് നിയമനത്തിനുള്ള സംവരണം
3-ൽ നിന്ന് 4% ഉയർത്തിയിട്ടുണ്ട്. സ്ഥാനക്കയറ്റത്തിൽ 4% സംവരണം അനുവദിച്ചിട്ടുമുണ്ട്. നേരത്തെ അനുയാത്രയെക്കുറിച്ച് ശ്രീ ഗോപിനാഥ് പറയുകയുണ്ടായി. അനുയാത്രാ പദ്ധതി വഴി ഭിന്നശേഷി പ്രതിരോധം മുതൽ ഭിന്നശേഷിക്കാരുടെ സുസ്ഥിര പുനരധിവാസം വരെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ അഗതികൾക്കും അനാഥർക്കും 14 സർക്കാർ സ്ഥാപനങ്ങൾ വഴി പുനരധിവാസ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് UID കാർഡുകൾ നൽകുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. ചിലതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ശ്രീ മുതുകാട് രാജ്യമാകെ സഞ്ചരിച്ച വ്യക്തിയാണ്. അവിടങ്ങളിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ അവസ്ഥയും കേരളത്തിലെ സാഹചര്യങ്ങളും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം നമ്മോട് പങ്കുവെക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ നമ്മുടെ നാട് മാതൃകാപരമായി നിലകൊള്ളാനാണ് ശ്രമിച്ചു വരുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസന മാതൃകയാണ് നമ്മുടെ നാട് അംഗീകരിച്ചിട്ടുള്ളത്. വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സ്വാദ് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അനുഭവിക്കാൻ കഴിയേണ്ടതുണ്ട്. ഒരു വിഭാഗവും ഒരു മേഖലയും ഒരു പ്രദേശവും ഈ നിലക്കുള്ള കേരളത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ പാടില്ല എന്നാണ് കരുതുന്നത്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതിൽ സർക്കാർ പതിപ്പിക്കുന്ന ശ്രദ്ധ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലും കാണാൻ കഴിയും. അനുയാത്രാ പദ്ധതിക്കായി 21 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ബാരിയർ ഫ്രീ കേരള പദ്ധതിക്ക് 8 കോടി. മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 22 കോടി രൂപ. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷന് 18 കോടി രൂപ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി 17 കോടി രൂപ. ഇതെല്ലാം ബജറ്റിൽ വകയിരുത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ സാമൂഹ്യമായി ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിന് കഴിയുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പരിപാടി. തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ മാതൃകയിൽ വിപുലമായ സംവിധാനങ്ങളോടെയാണ് ഇവിടെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് IIP 100 കോടി രൂപ ചെലവിൽ 2 ഘട്ടങ്ങളിലായാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026-ൽ പൂർത്തീകരിക്കുമെന്നും 2029-ഓടെ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിവർഷം 500 ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്ന രീതിയിലായിരിക്കും ഈ ക്യാമ്പസ് ഉണ്ടാവുക. ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്കും ഈ സെൻറ്ററിലെ സേവനങ്ങൾ ലഭ്യമാകും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടെയാണ് ഇൻ്റർനാഷണൽ സ്ഥാപനം എന്നത് തീർത്തും അന്വർത്ഥമാകുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിങ് സെൻ്ററുകൾ ഇവയെല്ലാം ഇവിടെയുണ്ടാകും. രാജ്യത്ത് ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു ഭിന്നശേഷി സംരംഭത്തിന് തുടക്കമാകുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ഈ സെൻറ്റർ എന്നതുകൊണ്ട് തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം മലബാർ മേഖലയിലെ നിരവധി കുട്ടികൾക്ക് ഈ പദ്ധതി ഉപകാരപ്രദമാകും. ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരെ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മുടെ പൊതു നിലപാട്. ഈ കാഴ്ചപ്പാടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ മുൻകൈയെടുത്ത ഗോപിനാഥ് മുതുകാടിനെയും
ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ പ്രവർത്തകരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് IIPDയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദനം.